ഇതിൻ്റെ മെയിൻ ഗുണങ്ങൾ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ തടയും, മുടി അറ്റം പൊട്ടിപ്പോകുന്നത് തടയും, പിന്നെ താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു 2-3 തവണ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങളുടെ ഡാൻഡ്രഫ് എത്ര മാത്രം പോയി എന്നുള്ളത്. അതാണ് ഈ എണ്ണയുടെ ഒരു ഗുണം. പിന്നെ മുടി ഒട്ടും തന്നെ വളരാത്തവർക്ക് കുറേ പേര് പറയും ഹെറിഡിറ്ററി ആണ്, പിന്നെ ഓയിലൊന്നും തേച്ചാലൊന്നും ഹെയർ വളരത്തില്ല എന്നൊക്കെ. പക്ഷെ നമ്മുടെ കമൻറ്റ് ബോക്സ്, ഈ എണ്ണയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കമൻറ്റ് ബോക്സ് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആളുകൾക്ക് ഈ എണ്ണ കൊണ്ട് ഉപകാരം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ താരൻ മാറ്റാൻ വേണ്ടിയിട്ട്, മുടി നന്നായിട്ട് കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട്, കൊഴിഞ്ഞു പോയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസിലൊക്കെ തന്നെ പുതിയ മുടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എണ്ണയാണ്. പിന്നെ ഇത് നീരിറക്കം, നീർവീഴ്ച ഉള്ളവർക്കും, ശ്വാസം മുട്ടലുള്ളവർക്കും, സൈനസ് പ്രോബ്ലം ഉള്ളവർക്കും, ആസ്മ പേഷ്യൻസിനും എല്ലാം ഉപയോഗിക്കാവുന്ന എണ്ണയാണ്. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. ഞാനൊരു 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അന്നും ഈ എണ്ണയാണ് ഉപയോഗിച്ചത്, ഇപ്പോഴും ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഈ എണ്ണ പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ മെനോപാസൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഉറക്കക്കുറവ്, തലയ്ക്ക് ഭയങ്കര ചൂടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ അങ്ങനെയുള്ള മെനോപാസ് ആയിട്ടുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉറങ്ങാൻ പറ്റും ഈ എണ്ണ തേച്ച് കുളിച്ചാൽ. തലയ്ക്ക് നല്ല തണുപ്പാണ് കിട്ടുന്നത്. ഒട്ടും തന്നെ ചൂടോ പുകച്ചിലോ ഒന്നും തലയ്ക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത്. പിന്നെ ഹൈ റേഞ്ചിലുള്ള ആളുകൾ മാത്രം ഈ എണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഉപയോഗിക്കണം. കാരണം ഇത് പക്ക വെളിച്ചെണ്ണയിലും തേങ്ങാപ്പാലിലുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള എണ്ണയും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് ആട്ടിയ വെളിച്ചെണ്ണയിലും തേങ്ങാപ്പാലിലുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ കട്ട പിടിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിലുള്ളവർ മാത്രം ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്യണം. ഒരു പാത്രത്തിനകത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. നേരെ കൊണ്ടുപോയി തിളപ്പിക്കേണ്ട. ഓൾറെഡി കാച്ചി 8 മുതൽ 12 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് കാച്ചി എടുത്തിരിക്കുന്ന എണ്ണയാണ്. അതുകൊണ്ട് വീണ്ടും കൊണ്ടുപോയിട്ട് നിങ്ങൾ കാച്ചേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ഒരു പാകമുണ്ട് കേട്ടോ. ആ പാകമൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. അതാണ്. പിന്നെ ഈ എണ്ണയ്ക്കകത്ത് 24 മുതൽ 28 ഇൻഗ്രീഡിയൻസ് വരെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ഈ ചേരുവകൾ ചേർത്തിട്ടുള്ള കാച്ചിയെടുക്കുന്ന നീലമരിയൊക്കെ ഇതിനകത്ത് ഇലയാണ് കേട്ടോ, പൊടിയല്ല. നീലമരി ഇലയാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ എണ്ണയ്ക്കകത്ത് ഒന്നും തന്നെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. എല്ലാം പച്ചിലകളാണ് ചേർക്കുന്നത്. ഓക്കെ. പിന്നെ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കണം എന്നുള്ളവരാണെങ്കിൽ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്, ഈ 28 ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പക്ഷെ ഒരു 4-5 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കാച്ചിയെടുക്കാവുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാനൊരു വർഷങ്ങൾ